പ്രൈസ് ലോർഡ്. ഇന്നത്തെ പ്രഭാത വചനം കാനാവിലെ കല്യാണത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതായ ഒരു വിഷയം. കാനാവിലെ കല്യാണത്തെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും കാണാതറിയാം. യേശു ചെയ്ത ആദ്യത്തെ അടയാളം, അത്ഭുതം എന്നൊക്കെ അതിന് പേര് കൊടുക്കാം. ഈ കാനാവിലെ കല്യാണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിന് മുൻപ് അതിൻ്റെ പിന്നിൽ ഒരു പാരമ്പര്യ കഥയുണ്ട്. അത് തീർച്ചയായിട്ടും കേട്ടിരിക്കണം. യഹൂദന്മാരുടെ ഇടയിൽ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ ആ പെൺകുട്ടി ജനിക്കുന്ന ഭവനത്തിൽ ഒരു തുരുത്തി വീഞ്ഞ് നിക്ഷേപമായി അവരുടെ ഭവനത്തിൽ വയ്ക്കും. അത് പൊട്ടിക്കത്തില്ല. ഇവരുടെ വിവാഹത്തിൻ്റെ തലേ ദിവസം രാത്രിയിൽ ആരും അറിയാതെ ഇവൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതായ മണവാളനും തൻ്റെ സ്നേഹിതന്മാരും കൂടി ഈ വീട്ടിൽ വളരെ രഹസ്യമായി അത് പ്രത്യക്ഷപ്പെടും. അതിനെക്കുറിച്ചാണ് കർത്താവ് ഒരു ശിഷ്യന്മാരോട് പറയുന്നത്. മണവാളൻ വരുന്നത് എപ്പോഴെന്നറിയാതെ എപ്പോഴും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. അർദ്ധരാത്രിയിലോ അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്തോ കോഴിക്കൂക്കുന്ന സമയത്തോ ഏത് നാഴികയിലാണ് മണവാളൻ വരുന്നതെന്ന് അറിയായിക്കയാൽ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിപ്പീൻ എന്ന് പറയുന്നത് ഈ പാരമ്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ വിവാഹ ഭവനത്തിൽ പ്രത്യക്ഷപ്പെടുന്നതായ പ്രതിശ്രുത വരൻ തൻ്റെ തോഴന്മാർക്കും വേണ്ടി ഈ പെൺകുട്ടി ജനിച്ച ദിവസം ആ ഭവനത്തിൽ ഡിപ്പോസിറ്റായിട്ട് വെച്ചിട്ടുള്ളതായ ആ തുരുത്തി അന്നാണ് പൊട്ടിക്കുന്നത്. ആ രാത്രിയിൽ അവർക്ക് വേണ്ടി അത് വിളമ്പും. ദൈവത്തിന് സ്തോത്രം. അതിനെയാണ് നല്ല വീഞ്ഞെന്ന് പറയുന്നത്. ഇനിയും നമുക്ക് കാനാവിലെ കല്യാണ ഭവനത്തിലേക്കൊന്ന് കടന്നു വരാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ മറിയ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പറയുകയാണ്, യേശുവിനെയും ശിഷ്യന്മാരെയും വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യുന്നതിന് മുൻപേ ആദ്യമായിട്ട് കർത്താവ് ഒരു അത്ഭുതം ചെയ്യുന്നത് കാനാവിലെ കല്യാണ വീട്ടിലാണ്. അപ്പോൾ കർത്താവിന് ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നർത്ഥം. ഇനിയും ഒന്നുകൂടെ വിവരിച്ച് പറഞ്ഞാൽ, ഈ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നതായ ശിഷ്യന്മാരാരും യേശു ചെയ്ത അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടല്ല കർത്താവിൻ്റെ കൂടെ വന്നത്. എന്നാൽ ദൈവരാജ്യത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ളതായ വിളിയുടെ ശബ്ദം അത്രയ്ക്ക് പരിശുദ്ധാത്മശക്തി പ്രേരിതമായിട്ടുള്ളതായ, വളരെ അധികം ഹൃദയങ്ങളെ ഭേദിക്കുന്നതും മനുഷ്യ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതുമായ വാക്കുകളുടെ ശക്തിയേറിയതായ പ്രവർത്തനം യേശുവിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. എന്നെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞപ്പോൾ അവർക്കുള്ളതെല്ലാം വിട്ട് യേശുവിൻ്റെ പുറകെ വന്നത് അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടല്ല, യേശു ഉച്ചരിച്ച വാക്കിൻ്റെ കനമത്രയ്ക്ക് ശക്തിയുള്ളതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമ്മൾ അവിടുത്തെ സംഭവത്തിലേക്കൊന്ന് വരാം. അങ്ങനെ യേശുവും ശിഷ്യന്മാരും അവിടെ എത്തിയപ്പോൾ കർത്താവിൻ്റെ അമ്മ മറിയ വന്ന് യേശുവിനോട് പറഞ്ഞു, ഇവർക്ക് വീഞ്ഞില്ല. ഏത് വീഞ്ഞാണ് അവർക്കില്ലെന്ന് പറയുന്നത്? നല്ല വീഞ്ഞ് അവിടെ ഇല്ല, നഷ്ടപ്പെട്ടു പോയി. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയതായ ഒരു ഭവനം. അതാണ് അതിൻ്റെ ആത്മീയ അർത്ഥം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തീർക്കേണ്ടതായ മെസ്സേജ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ചുരുക്കി പറയുന്നത്. ആദ്യമായി ആ ഭവനത്തിൽ നിക്ഷേപമായി വയ്ക്കേണ്ടതായ ആ വീഞ്ഞ് ആ ഭവനത്തിൽ ഇല്ല, നഷ്ടപ്പെട്ടു പോയി. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അവിടെ പറയുന്നതായ എഫെസോസ് സഭയുടെ അനുഭവം, അനേക നന്മകൾ, ഒരുക്കങ്ങൾ, സൽസ്വഭാവങ്ങളെല്ലാം എഫെസോസ് സഭയെക്കുറിച്ച് യോഹന്നാൻ വിവരിക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം അവരോട് പറഞ്ഞു: ഇതൊക്കെയാണെങ്കിലും നിന്നെക്കുറിച്ച് ഒരു കുറ്റം പറയുവാനുണ്ട്. നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. ഇനിയും നിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് തിരികെ വരുവാൻ എഫെസോസ് സഭയോട് ചെയ്യുന്ന ഒരു ആഹ്വാനമാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ കാനാവിലെ കല്യാണ വീട്ടിൽ ആദ്യ സ്നേഹം, ആദ്യ നിക്ഷേപം, ആ മണവാളന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നതായ ആ സ്നേഹത്തിൻ്റെ ഉടമ്പടിയുടെ ആ ശകലമാകുന്നതായ വീഞ്ഞ് ഇല്ലാത്ത ഭവനം. മറിയ ചെന്ന് യേശുവിനോട് അത് പറഞ്ഞപ്പോൾ കർത്താവ് അവർക്ക് അല്ലെങ്കിൽ
അവിടെ കൂടിയിരുന്നതായ ആ പ്രവർത്തകരോട് പറയാണ്, ദാസന്മാരോട് പറയാണ്, ഈ കാണുന്നതായ കൽപാത്രങ്ങളിൽ നിങ്ങൾ വെള്ളം നിറപ്പീൻ. അവർ വക്കോളം നിറച്ചു. അതിനുശേഷം കർത്താവ് അവരോട് പറയുകയാണ്, ഇനിയും കോരി അത് വിരുന്നുവാഴിയുടെ കയ്യിൽ കൊടുപ്പീൻ. എല്ലാവർക്കും കൊടുക്കുവാനല്ല കർത്താവ് പറഞ്ഞത്, വിരുന്നുവാഴിയുടെ കയ്യിൽ കൊടുക്കുവീൻ. എന്തുകൊണ്ടാണ് വിരുന്നുവാഴിയുടെ കയ്യിൽ കൊടുത്തതെന്നറിയാമോ? ആ വിരുന്നുവാഴിക്ക് മാത്രമേ നല്ല വീഞ്ഞും എളുപ്പമായ വീഞ്ഞിനെയും കുറിച്ചുള്ളതായ ഡിഫറൻസ് കൽപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. വിരുന്നുവാഴി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മനസാക്ഷി, നമ്മളെ ഭരിക്കുന്നതായ, നാം ആരെന്ന് നമ്മെ വിവേചിക്കുന്നതായ ആ ശുദ്ധ മനസാക്ഷി നമ്മളോട് കൽപ്പിക്കും. നമുക്ക് ആദ്യ സ്നേഹം നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളോട് കൽപ്പിക്കും. ആ മനസാക്ഷിയുടെ വിവേചനത്തിനായി ഈ രംഗം നമുക്ക് ഒത്തുചേർന്ന് നാം പഠിക്കുന്നത്. അതാണ് അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്. കൊണ്ടുപോയി കോരി വിരുന്നുവാഴിക്ക് കൊടുപ്പീൻ. വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറെ വീട്ടുടയവനോട് പറയുകയാണ്, ഈ നല്ല വീഞ്ഞ് നിങ്ങൾ ഇതുവരെയും മറച്ചു വെച്ചല്ലോ, ഇപ്പോഴിത് എവിടെ നിന്ന് വന്നു എന്ന് അവരോട് പറയുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, കർത്താവ് നമ്മളിൽ സൃഷ്ടിക്കുമ്പോൾ, നമ്മുടെ കുറവുകളെ മാറ്റുമ്പോൾ, ദൈവം സൃഷ്ടിക്കുന്നതായ, യേശു സൃഷ്ടിക്കുന്നതായ അനുഭവം നല്ല വീഞ്ഞിൻ്റെ ആദ്യ സ്നേഹത്തിൻ്റെ ആ പുനർക്രമീകരണമാണ് നമ്മളിൽ നടത്തുന്നത്. നമ്മുടെ ഇല്ലായ്മകളെയും നമ്മുടെ തോൽവികളെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്മതിക്കുമ്പോൾ, യേശു അത് കാണുമ്പോൾ, ആരുടെയും റെക്കമെൻഡേഷനിലല്ല, ആ ഭവനത്തിൻ്റെ യഥാർത്ഥമായ ഒരു ശോചനീയമായ അവസ്ഥയെ മനസ്സിലാക്കുമ്പോൾ കർത്താവ് സൃഷ്ടിക്കുന്നത് ഒരു സാധാരണ വീഞ്ഞല്ല, നല്ല വീഞ്ഞ്, പഴക്കമുള്ള വീഞ്ഞ്. അന്ന് മാർക്കറ്റിലൊന്നും ഓടിയാൽ കിട്ടാത്ത വീഞ്ഞാണ് നല്ല വീഞ്ഞെന്ന് പറയുന്നത്. സാധാരണമായ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുവാനുള്ളതായ ആ വീഞ്ഞിനെ ചന്തയിൽ ചെന്ന് വാങ്ങിച്ചുകൊണ്ട് വരാം, ഇഷ്ടംപോലെ കിട്ടും, കടകളിൽ നിന്ന് കിട്ടും, അവിടെയെല്ലാം സ്റ്റോറുകളുണ്ട്. പക്ഷെങ്കിൽ ഈ നല്ല വീഞ്ഞ് എന്ന് പറയുന്നതായ ഈ പെൺകുട്ടി ജനിച്ചപ്പോൾ മുതലുള്ളതായ, അവിടെ സൂക്ഷിക്കപ്പെടേണ്ടതായ വീഞ്ഞ് അങ്ങ് ഏത് ചന്തയിൽ പോയിരുന്നാലും കിട്ടില്ല. അതാണ് ആദ്യ സ്നേഹം എന്ന് പറയുന്നത്. ദൈവം നമ്മളിൽ സൃഷ്ടിക്കുമ്പോൾ ആദ്യ സ്നേഹത്തിലേക്കുള്ളതായ ഒരു തിരിച്ചുവരവാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയതായ ആ സ്നേഹത്തിലേക്കുള്ളതായ ഒരു റീ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് കർത്താവ് ചെയ്യുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതാണ് യോഹന്നാൻ്റെ ആ കാനാവിലെ കല്യാണത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കടഞ്ഞെടുത്ത് തരുന്നതായ അനുഭവം. നമ്മുടെ ജീവിതത്തിൽ അനേകം നന്മകളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ അനേകം കാര്യങ്ങൾ പുകഴ്ത്തുവാനുണ്ട്. കൽപാത്രങ്ങളുണ്ട്, ധാരാളം ക്ഷണിക്കപ്പെട്ടവരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, അനേക സന്ദർശകരുണ്ട്, അനേക വിരുന്നുകാരുണ്ട്, നല്ല പന്തലുകളുണ്ട്, ഒരുക്കങ്ങളുണ്ട്, മാളികകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ മണവാളന് വേണ്ടി ഒരുക്കപ്പെടേണ്ടതായ നല്ല വീഞ്ഞിനെ അവിടെ കാണുവാനില്ല. അപ്രത്യക്ഷമായി പോയി, തീർന്നുപോയി, അബദ്ധത്തിൽ ആർക്കൊക്കെയോ എടുത്ത് വിളമ്പിപ്പോയി. മണവാളന് വേണ്ടി മാത്രം സൂക്ഷിക്കപ്പെടേണ്ടതായ വീഞ്ഞ്, മണവാളന്റെ മേശയിൽ മാത്രം വരേണ്ടതായ ആ വീഞ്ഞ് നാം അറിയാതെ പലർക്കും വേണ്ടി അത് വിളമ്പിക്കൊടുക്കുകയുണ്ടായി. അങ്ങനെയാണ് മറിയമെന്ന് പറയുന്നത്. അവർക്ക് വീഞ്ഞില്ല, അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശു അവരുടെ ഹൃദയങ്ങളെ തിരിച്ചറിഞ്ഞു. അവർക്ക് നഷ്ടപ്പെട്ടു പോയത് സാധാരണ വീഞ്ഞല്ല, അവിടെ കാണപ്പെടേണ്ടതായ ആദ്യത്തെ ദിവസത്തെ നിക്ഷേപം, നിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരുന്നതായ സ്നേഹം, യേശുവിൻ്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നതായ പരിപ്രവർത്തനം, അതാണ്. അത് കണ്ടപ്പോൾ ശിഷ്യന്മാർ അത് വിശ്വസിച്ചു. മറ്റാരിലും വിശ്വസിക്കുവാനുള്ളതായ ഒരു കടപ്പാടില്ലെങ്കിലും യേശുവിൻ്റെ വാക്ക് കേട്ട് അവൻ്റെ പിന്നാലെ വന്ന ശിഷ്യന്മാർക്ക് വിശ്വസിക്കുവാൻ ഒരു വഴിയുണ്ട്, വിശ്വസിക്കുവാനുള്ള ഒരു കാരണമുണ്ട്. പ്രിയപ്പെട്ട ജനമേ, ഈ ലോകം മുഴുവനും ദൈവത്തിൻ്റെ വാക്കുകളെയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും വിശ്വസിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ടനുസരിച്ച് അവൻ്റെ പിന്നാലെ ഇറങ്ങി വരുന്നതായ നമുക്ക് കർത്താവിനെ വിശ്വസിക്കുവാൻ വകയുണ്ട്. അവൻ്റെ പ്രവൃത്തിയും വാക്കുകളും ശക്തിമത്തതാണ്. ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതായ നല്ല വീഞ്ഞിനെ തന്നുകൊണ്ട്
ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മെ മാടി വിളിക്കുകയാണ്. കർത്താവ് തൻ്റെ പ്രവൃത്തിയെ നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുകയാണ്. നമുക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് യേശു തിരിച്ചറിഞ്ഞു. യേശു സൃഷ്ടിക്കുന്നത് അതാണ്. നമ്മുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയതായ ഹൃദയങ്ങളെ, ജീവിതങ്ങളെ അവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നിന്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന കർത്താവ് നിന്നെ ആദ്യ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക്, ആ അഭിഷേകത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ശക്തനാണ്. അവൻ നിന്റെ കുറവുകളെ പരിഹരിക്കുന്ന ദൈവം. അവൻ്റെ പ്രവൃത്തികളെ കണ്ട് അവനിൽ വിശ്വസിക്കുവാൻ നീയും നിന്റെ കുടുംബത്തിനും അതൊരു രക്ഷയായ കാരണമാകുന്നു. ഗഡ് ബ്ലെസ് യു.